പൊന്നാനി നഗരസഭ ഡയാലിസിസ് സെന്ററിന്റെ പുതിയ മാനേജിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. പൊന്നാനി നഗരസഭ ഡയാലിസിസ് സെന്ററിന്റെ പുതിയ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രഥമ മീറ്റിംഗ് മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ അധ്യക്ഷത വഹിച്ചു. ഡയാലിസിസ് സെന്ററിന് വേണ്ടി പണിയുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇടപെടലുകൾ നടത്തും. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ സാമ്പത്തിക ബാധ്യത ഇരട്ടിയാണെന്നും പരിഹാരമായി പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുവാന് വ്യത്യസ്തങ്ങളായ പരിപാടികൾക്ക് പൊതുജന പിന്തുണയോടെ മുന്നോട്ട് പോകാനും തീരുമാനമായി. റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു. ഡയാലിസിസ് കോർഡിനേറ്റർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മഷൂദ്, റീന പ്രകാശൻ, സൗദാമിനി ടീച്ചർ, ഹസീന ടീച്ചർ, കൗൺസിലർമാരായ T മുനീബർ, TK അഷ്റഫ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ET സുരേഷ്, മുൻ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, ശ്രീധരൻ മാസ്റ്റർ, ഹാജി കാസിം കോയ, UK അബൂബക്കർ, A അബ്ദുറഹിമാൻ, ഫർഹാൻ, VM അബൂബക്കർ, U മുഹമ്മദ് കുട്ടി, FS ലത്തീഫ്, ജാവ അഷ്റഫ്, മുഹമ്മദ് മുസ്തഫ, സോമസുന്ദരൻ, KV സിറാജ് എന്നിവർ സംസാരിച്ചു. കൗൺസിലർ ശാന്ത ശിവദാസൻ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനൽകുമാർ നന്ദിയും പറഞ്ഞു. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ ഈ കമ്മിറ്റി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ ആദ്യമായിട്ട് അഭിനന്ദിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ചെലവിലേക്കുള്ള പണം കണ്ടെത്തുക എന്നുള്ളതാണ്. അതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് ഞാൻ മനസ്സിലാക്കുക. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനകത്ത് നിലവിലുള്ള രീതിയിൽ ഏകദേശം 1 കോടി രൂപയാണ് ഒരാൾക്ക്. 1200 രൂപയുടെ ചിലവ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം 90 രോഗികൾ അവിടെ വന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചിലവിനെ കുറിച്ച് നമുക്കറിയാം. ഒരു ഭീമമായിട്ടുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സമിതിക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു വലിയ ചിലവ് ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ കെട്ടിടത്തിന്റെ നിർമ്മാണം അത് ഏതാണ്ട് കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ ഒരു 10-40 വർഷം കഴിഞ്ഞാലും പുതുമയെന്ന് തോന്നിക്കുന്ന നല്ല സുരക്ഷിതമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതാകാൻ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം നമുക്കുണ്ടാവണം. അതിന് ഏറ്റവും അനുയോജ്യമായ നല്ല കാഴ്ചപ്പാടുള്ള ഈ ഡയാലിസിസ് സെൻറ്റർ ഏറ്റവും മികച്ച രീതിയിൽ പുതിയ കാലത്തിനനുസൃതമായി കൊണ്ടുപോകാൻ കഴിയാവുന്ന രീതിയിൽ എങ്ങനെ അതിലെ ഉപകരണങ്ങൾ, സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റും എന്നത് സംബന്ധിച്ച് നല്ലൊരു പഠനം നടത്തി തന്നെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഖേദിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. വേൾഡ് കപ്പ് ആവേശത്തെ എങ്ങനെയാണ് ഡയാലിസിസ് സെന്ററിന്റെ ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ചിന്ത നമ്മുടെ ഭാഗത്തുണ്ടാകും. രണ്ടും രണ്ട് തലാണ്. പക്ഷേ നമുക്ക് ഒരുപാട് ഫാൻസ് അസോസിയേഷനുകൾ പ്രാദേശികമായി തന്നെ ഉണ്ട്. അവരെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയും. അതിനുള്ള ചെറിയ ചെറിയ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അവരൊക്കെ അതിൽ ആകർഷകരാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.